കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ബാലസാഹിത്യ സമ്മേളനം നടത്തി. സിപ്പി പള്ളിപ്പുറം, ഡോക്ടർ ഗോപി പുതുക്കാട്, സുരേഷ് കുമാർ വി എന്നിവർ കുട്ടികളുമായി സംവദിച്ചു. 30ഓളം ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ കുട്ടികളെ തേടി ആഴ്ചയിലും അതുപോലെ 2 ആഴ്ച കൂടുമ്പോഴും മാസത്തിലൊരിക്കലുമായിട്ട് വന്നു കൂടുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ വായനയിൽ നിന്നൊക്കെ അകന്നു നിൽക്കുകയാണെന്ന് നമുക്ക് അറിയാമെങ്കിലും പൂർണ്ണമായിട്ടും അത് നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഇപ്പോഴും താല്പര്യത്തോടുകൂടി കുട്ടികളുടെ മാസികകളും വാരികകളും മറിച്ചു നോക്കുന്ന കുട്ടികളെ നമുക്ക് കണ്ടെത്താനാവും. അതുപോലെ ഇപ്പോൾ DC ബുക്സിൻ്റെ, മാതൃഭൂമി ബുക്സ്, HMC അതേപോലെയുള്ള എല്ലാ പ്രസിദ്ധീകരണശാലകളിലും ചെന്ന് നോക്കിയാൽ അവിടെയും പ്രമുഖമായിട്ട് അണിനിരത്തി വെച്ചിട്ടുള്ളത് കുട്ടികളുടെ പുസ്തകങ്ങളാണ്. കൂടുതൽ വിറ്റഴിയുന്നത് കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ അതിന് മുൻഗണന നൽകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബാലസാഹിത്യം എന്താണ്? ഇങ്ങനെ കുട്ടികൾക്ക് കുറെ പുസ്തകങ്ങൾ അടിച്ച് ചെലവാക്കാൻ മാത്രമുള്ളതാണോ? അല്ല. ബാലസാഹിത്യം എന്നത് കുഞ്ഞുങ്ങളെ, ഭാവി പൗരന്മാരെ നന്മയിലേക്ക് നയിക്കാനുള്ള ഒരു ഏണിപ്പടിയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റില്ല. അവരെ കൈപിടിച്ച് കൊണ്ടുപോകാനുള്ള വലിയൊരു ഏണിപ്പടി തന്നെയാണ് ബാലസാഹിത്യം. നല്ല സാഹിത്യം എന്താണെന്ന്, അല്ലെങ്കിൽ നല്ല കവിത എന്താണെന്നൊക്കെ അവർ മനസ്സിലാക്കുന്നത് ബാലസാഹിത്യം വായിച്ചിട്ടാണ്. അപ്പൊ അതിനെ പറ്റിയ ഒരു അടിത്തറ തന്നെ ഇവിടെ ഉണ്ട്. നമ്മള് ദീർഘകാലമായിട്ടുള്ള വലിയൊരു ചരിത്രമൊന്നും നമ്മുടെ ബാലസാഹിത്യത്തിനില്ല. നമ്മുടെ ബാലസാഹിത്യത്തിന്റെ തുടക്കം മുത്തശ്ശിമാരുടെ കാലം മുതലാണ്. എന്ന് മുത്തശ്ശിമാരുണ്ടായോ അന്ന് മുതൽ ഇവിടെ നല്ല ബാലസാഹിത്യം, പ്രത്യേകിച്ച് മലയാളത്തിൽ നല്ല ബാലസാഹിത്യം ഉണ്ടായിരുന്നു. അത് നമുക്ക് അറിയില്ല. അച്ചടിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കുട്ടികളെ രസിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നാംകിട കഥകൾ അവര് തന്നെ മെനഞ്ഞുണ്ടാക്കിയതാണ്. അല്ലാതെ എഴുത്തുകാരായ സാഹിത്യകാരന്മാരൊന്നും അവർ കാത്തിരുന്നില്ല. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നന്മ മുളപ്പിക്കാൻ, നല്ല ആശയങ്ങൾ പുറത്തുവരാൻ ഏത് തരം കഥയാണ് വേണ്ടതെന്ന് അന്നത്തെ അമ്മൂമ്മമാർക്ക്, മുത്തശ്ശിമാർക്ക് അറിയാമായിരുന്നു. അവരതിന് പറ്റിയ രീതിയിലുള്ള കഥകൾ ഉണ്ടാക്കി, അതിന് പറ്റിയ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു കവിതകൾ ഉണ്ടാക്കി. കവിതകൾ അതിന് നമ്മൾ പറയുന്നത് മുത്തശ്ശി കവിതകൾ എന്നാണ്. 1-2 മുത്തശ്ശി കവിതകളൊന്നും അല്ല, ആയിരക്കണക്കായ മുത്തശ്ശി കവിതകൾ ഇന്നും കേരളത്തിന്റെ ഓരോ ഗ്രാമാന്തരങ്ങളിലും ചിതറിക്കിടക്കുന്നുണ്ട്. കേട്ടാലും മതി വരാത്ത രീതിയിലുള്ള അതിവിശിഷ്ടമായ രചനകളാണ്. അതല്ല, രചനകൾ എന്ന് പറയുന്നത് ശരിയല്ല. അത് മുത്തശ്ശിമാരുടെ ചുണ്ടിൽ വിളഞ്ഞ മുത്തുകൾ എന്ന് പറയുന്നതാണ് ശരി. കൊച്ചിന്നൊരു കാക്ക വന്നു, കൊയിലാണ്ടി കൂടുകെട്ടി, കണ്ണോറ് മുട്ടയിട്ടു, ക്രാം ക്രാം ക്രാം. 4 വരിയുള്ളൂ, ഇത്രയുള്ള ആ പാട്ട്. കൊച്ചിന്നൊരു കാക്ക വന്നു, കൊയിലാണ്ടി കൂടുകെട്ടി, കണ്ണോറ് മുട്ടയിട്ടു, ക്രാം ക്രാം ക്രാം. അപ്പോ കുഞ്ഞിനെ രസിപ്പിക്കുന്ന ഒരു 2 വയസ്സുകാരൻ കുട്ടിയെ മടിയിലിരുത്തി മുത്തശ്ശി ചൊല്ലിക്കൊടുക്കുമ്പോൾ ഈ പാട്ടിന്റെ ഈണം, ഈ പാട്ടിന്റെ താളം അവന്റെ മനസ്സിൽ അന്നേ പതിയുക, ആ നിമിഷം തന്നെ പതിയുക. ഇങ്ങനെയുള്ള എത്ര തരത്തിലുള്ള, എത്ര ഈണങ്ങളിലുള്ള പാട്ടുകളാണ് അന്നുണ്ടായിരുന്നതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ, നീയുണ്ടോ മാമങ്ക വേല കണ്ടു, വേലയും കണ്ടു, വിളക്കം കണ്ടു, കടൽ തീര കണ്ടു, കപ്പൽ കണ്ടു. ആ രീതിയിലുള്ള വേറെ ഈണം, ഞാൻ നേരത്തെ ചൊല്ലിയ ഈണമല്ല, വേറെ ഈണം. അപ്പുക്കുട്ട തൊപ്പക്കണ്ണ എപ്പ കല്യാണം, പള്ളിക്കരയിൽ നെല്ല് വിളഞ്ഞാലപ്പോ കല്യാണം. അപ്പുക്കുട്ട തൊപ്പക്കണ്ണ എപ്പ കല്യാണം, പള്ളിക്കരയിൽ നെല്ല് വിളഞ്ഞാലപ്പോ കല്യാണം. ഓരോന്നിനും ഓരോ ഈണമാണ്. ഞാൻ പറഞ്ഞത് ഇതേപോലെയുള്ള കാവ്യരചനകൾ കുട്ടികൾ വീട്ടിലൊക്കെ ജനിക്കുന്ന കാലം മുതൽ തന്നെ കേട്ടു വളർന്നിരുന്നതാണ്. 900 കൊല്ലം മുമ്പ് കാസർഗോഡുള്ള ഒരു മുത്തശ്ശി ഒരു കുഞ്ഞു പാട്ട് കുഞ്ഞുങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി പാടി. ആ പാട്ട് എങ്ങനെയായിരുന്നു? ചങ്കര ചേട്ടനു മക്കളില്ലഞ്ഞിട്ട് ചക്കക്കൂരുവിലേതെടുത്തു, ചങ്കര ചേട്ടനു മക്കളുണ്ടായപ്പോ ചക്കക്കൂരുവിലെ ചുട്ടുതന്നു. 4 വരി. ഈ ഈണം ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് കൊരട്ടി എന്ന സ്ഥലത്ത് ഒരു കോൺവെന്റ് സ്കൂളിൽ പോയി. കുട്ടികൾ, ചെറിയ കുട്ടികളാണ്. കുട്ടികൾ ഇരിക്കുന്നതിനിടയിൽ അപ്പം ഞാൻ
ഗവൺമെന്റ് സ്കൂളാണ്, CBSE സ്കൂളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് കവിതയായിട്ടൊന്നും ബന്ധം ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ചൊല്ലുന്നതിനിടയിൽ ഈ ഈണം, ഈ പാട്ട് ചൊല്ലിയിട്ട് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അതിൽ 5-8 കുട്ടികൾ ഇങ്ങനെ ചാടി എഴുതിട്ട് പറഞ്ഞു, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെ കേട്ടിട്ടുണ്ട് കൃഷ്ണഗാഥയിൽ ഞങ്ങൾ പഠിച്ചിട്ടുള്ള ആ ക്ലാസ് മുറിയിൽ പഠിച്ച കൃഷ്ണഗാഥയിലെ വരികൾ ചൊല്ലി കേൾപ്പിച്ചു.